മെക്കാനിക്കലായിട്ടൊരു സംഭവം, സാങ്കേതികമായി ഒരു കുഞ്ഞിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച ശേഷം അവനെ വീണ്ടും നമ്മൾ കൈത്താങ്ങായിട്ട് നമ്മൾ കൂടെ നിൽക്കണം. എന്ന കാരണം വെച്ചാൽ വൾണറബിലിറ്റി വളരെ അധികമാണ്. പലപ്പോഴും നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ കാണുന്നത് ആ കുട്ടിയെ നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഡ്രഗിൽ നിന്ന് മോചിപ്പിച്ച ശേഷം പിന്നെ അവിടെ ഇല്ല, നമ്മൾ ആ പിക്ചറിലില്ല. അവൻ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? അതേ സമൂഹത്തിലേക്ക്, അതേ ഇക്കോസിസ്റ്റത്തിലേക്കാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ലഹരിയൊക്കെ മറന്നു കഴിഞ്ഞു, മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു. പക്ഷെ അതിനു മുൻപ് വരെയുള്ള സമയത്ത് ലഹരി മരുന്നുകൾക്കെതിരെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വിഷയമാണ്. പക്ഷെ അത് പലപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ, കേരളത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടമൊന്നും ലഹരി മരുന്നിന്റെ കാര്യത്തിൽ ഉണ്ടായതായി കാണുന്നില്ല. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്നിട്ടുള്ള അനുപാതത്തിൽ തന്നെയാണ് കേരളത്തിലും ലഹരി മരുന്നുകളുടെ ഒരു ഉയർച്ച കാണുന്നത്. പക്ഷേ ഒറ്റപ്പെട്ടതാണെങ്കിലും പല സ്ഥലങ്ങളിലായി ഉണ്ടായ കുറേയേറെ അനിഷ്ട സംഭവങ്ങൾ, അതിന് ലഹരിയുമായിട്ടുള്ള ബന്ധം, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ലഹരി മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന വിപത്തിനെ പറ്റി നമ്മുടെ സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു നല്ല തുടക്കമാണ്. നമ്മൾ ചിന്തിക്കാം, നമ്മളോട് 100 പേരേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു 100 പേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. നമ്മളോട് ഇരിക്കുന്നവർക്ക് ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയത്തില്ല, ഒരു അലകൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വിജയമാണ്. We are working here, then we are in Kollam, we are in Alappuzha, we are in 10 districts. We are very actively involved on issues of children, women and any modern issues or social issues. എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, ഇത് ഒരു വിപത്താണെന്നും ഇതിൽ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനം റിസൾട്ട് ഉണ്ടാക്കില്ലെന്നും കൂട്ടായ ഒരു പ്രവർത്തനം മാത്രമേ ഫലം തരുന്നുള്ളൂ എന്നാണ്. ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഡ്രീമിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യത്തെ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഈ രാജഗിരി കോളേജിന്റെ റിസർച്ച് ഫൈൻഡിങ്സും അത് എപ്രകാരം ഡ്രീമിന്റെ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ പേരൻസിന്റെ ഇടയിലേക്ക്, ടീച്ചേഴ്സിന്റെ ഇടയിലേക്ക്, പൊതു സമൂഹത്തിനിടയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു.